നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യ. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ SFI മാർച്ച്. ഇരട്ടി വട്ടിയറപ്പുഴയിൽ യുവാവിനെ കാണാതായി. ചെടിക്കുളം സ്വദേശി തടത്തിൽ ജോബിനെയാണ് കാണാതായത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി. സമൃദ്ധിയുടെ സ്മരണകൾ ഉണർത്തി അത്തം പിറന്നു. മാവേലി മണ്ണിനെ വരവേൽക്കാൻ നാടുണർന്നു കഴിഞ്ഞു. ഇനി തിരുവോണത്തിനായി 10 നാളത്തെ കാത്തിരിപ്പ് മാത്രം. പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ മരം കടപുഴക്കി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യ. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ SFI മാർച്ച്. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ സുരേഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെയും SFI ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ആരോമൽ ആത്മഹത്യ ചെയ്തത്. സ്കൂളിന്റെ ജനൽ ഗ്ലാസ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ആരോമലിനെ സ്കൂൾ അധികൃതർ മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോമൽ ആത്മഹത്യ ചെയ്തതെന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. യുവതയുടെ പ്രതിഷേധം. മാർച്ച് സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KG ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കളിച്ചു വളർന്നിരുന്ന അച്ഛനോടും അമ്മയോടും സഹോദരനോടുമൊപ്പം കളിച്ചു വളർന്നിരുന്ന വീടിനകത്ത് ഒരു ഷാളിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ സമരം അതിനുശേഷം ഇവിടെ രൂപപ്പെട്ടു വന്ന പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും എല്ലാം പല കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ഈ സ്കൂളിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കശ്മലന്മാരായ അധ്യാപകരെയും നികൃഷ്ട ജീവികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ഈ വൃത്തികെട്ടവന്മാരുടെ ആസനം വാങ്ങി നടക്കുന്ന ചില ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊരു സംഭവം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലാണ് നടന്നിരുന്നതെങ്കിൽ, നിങ്ങളുടെ വീടിനകത്തെ കുഞ്ഞാണിങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം ഉണ്ടാവുക? നിങ്ങൾക്കിതിൽ പറയാൻ മടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യത്വമുള്ളവർക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയുമോ? ബ്ലോക്ക് സെക്രട്ടറി സിദ്ധാർത്ഥ് ദാസ് അധ്യക്ഷത വഹിച്ചു. SFI ഏരിയ സെക്രട്ടറി അശ്വിൻ കാരായി, സനീഷ് കുന്നോത്ത്, അനീഷ് ഉളിക്കൽ, ആകർഷ്, അശ്വിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി വട്ടിയറപ്പുഴയിൽ യുവാവിനെ കാണാതായി. ചെടിക്കുളം സ്വദേശി തടത്തിൽ ജോബിനെയാണ് കാണാതായത്. ഇരിട്ടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി. ഇരിട്ടി വട്ടിയറപ്പുഴയിൽ യുവാവിനെ കാണാതായി. ചെടിക്കുളം സ്വദേശി തടത്തിൽ ജോബിനെയാണ് കാണാതായത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്ന ജോബിൻ വട്ടിയറ തോണിക്കടവിലെത്തുന്നത്. സുഹൃത്തുക്കൾ മടങ്ങിയെങ്കിലും ജോബിൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞത്. രാത്രിയിലും ജോബിൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് വട്ടിയറ പുഴക്കരയിൽ ജോബിന്റെ വസ്ത്രം അഴിച്ചുവെച്ച നിലയിൽ കണ്ടെത്തിയത്. ജോബിൻ പുഴയിൽ പോയതാകാമെന്ന സംശയത്തിലാണ് ഇരിട്ടി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. സമൃദ്ധിയുടെ സ്മരണകൾ ഉണർത്തി അത്തം പിറന്നു. മാവേലി മണ്ണിനെ വരവേൽക്കാൻ നാടുണർന്നു കഴിഞ്ഞു. ഇനി തിരുവോണത്തിനായി 10 നാളത്തെ കാത്തിരിപ്പ് മാത്രം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലത്തെ വരവേറ്റ് അത്തം പിറന്നു. അത്തം 10-ന് തിരുവോണം. ഇനി തിരുവോണത്തിനായുള്ള കാത്തിരിപ്പ്. അത്തപ്പൂവിടലോടെയാണ് ഓണത്തിന് തുടക്കം. അത്തം മുതൽ 10 ദിവസം പൂക്കളം ഒരുക്കാറുണ്ട്. പൂക്കളങ്ങൾ ഒരുക്കുന്നതിന് പ്രത്യേകം ക്രമങ്ങളുമുണ്ട്. അത്തദിനത്തിൽ തുമ്പപ്പൂ മാത്രമാണ് പൂക്കളത്തിൽ പതിവ്.
പിന്നീട് നാളുകളും വിശേഷങ്ങളും അനുസരിച്ച് പൂക്കളും നിറങ്ങളും മാറും. പൂവേപ്പൊലി പാടി പറമ്പുകൾ കയറിയിറങ്ങി പൂപ്പറിക്കുന്ന കുട്ടികളും മുറ്റത്ത് ചാണകം മെഴുകി പൂക്കളമൊരുക്കുന്ന വീടുകളും കുറവാണെങ്കിലും ഇതെല്ലാം മലയാളിയുടെ ഗൃഹാതുരതയുടെ ഭാഗമാണ്. പൂക്കളമിട്ടില്ലെങ്കിലും പൂ പറിച്ചില്ലെങ്കിലും അത്തം തുടങ്ങിയാൽ പിന്നെ ലോകത്തെവിടെയാണെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഓണവിളികളാണ്. കനത്ത മഴക്കെടുതിയിലാണ് ഇക്കുറിയും അത്തം പിറന്നത്. കർക്കിടകത്തിൽ പെയ്ത കനത്ത മഴയിൽ അവശേഷിക്കുന്ന നാട്ടുപൂക്കൾ പോലും ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ഇക്കുറിയും പൂക്കളമൊരുക്കണമെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളെ തന്നെ ആശ്രയിക്കണം. അതിജീവനത്തിൻ്റെ തിരുവോണത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന മുണ്ടക്കൈയിലും ചൂരൽമലയിലെയും നിരാലംബർക്കൊപ്പമാണ് മലയാളികളുടെ ഇത്തവണത്തെ ഓണാഘോഷം. സെപ്റ്റംബർ 15-നാണ് തിരുവോണം. വയനാട് ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ ഓണം വാരാഘോഷം ഇത്തവണ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കുരുന്നുകൾ. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കാക്കങ്ങാട്, പാലപ്പുഴ, കൂടലാട് കാട്ടാനകളെത്തി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. മുഴക്കുന്ന് പഞ്ചായത്തിലെ പാലപ്പുഴ കൂടലാട് ജി ബാബുവിന്റെ വീട്ടിന് പിറകിലുള്ള വാഴകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ട നശിപ്പിച്ചത്. കൂടലാട് മലയോര ഹൈവേയോട് ചേർന്ന വീട്ടുപറമ്പിൽ എത്തിയ കാട്ടാനകൾ വീടിന്റെ പിറകുവശത്തുള്ള മതിൽ ഭാഗികമായി തകർത്തിട്ടുണ്ട്. വീട്ടുമുറ്റത്തേക്ക് കയറാൻ ശ്രമം നടത്തിയെങ്കിലും വലിയ തിട്ട കാരണം പരാജയപ്പെട്ടു. പുഴയോട് ചേർന്ന ഭാഗത്ത് സ്ഥാപിച്ച തൂക്കുവേലിയും തകർത്തു. ഈ ആഴ്ച തന്നെ വന്നിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നു. ഇത് നിരന്തരമായിട്ട് ഒരേ ശല്യമാണ്. ഫോറസ്റ്റുകാരെ യാതൊരു സഹകരണവും ഇല്ല. ഇത് ഇതിലെ കൂടി കയറിയിട്ട് ഹൈവേയിൽ റോഡ് മേൽ കയറുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നടപടി എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ട് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട് തന്നെ ഭീഷണിയാണ്, മതിൽ ഇടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഇത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഈ ആനശല്യം രൂക്ഷമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജനകീയപരമായിട്ട് ഫെൻസിങ് സംവിധാനം കൊണ്ടുവന്നത്. ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് ഇത്തരം സംഗതി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കുറഞ്ഞ കാലമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണങ്ങളോ സഹായങ്ങളോ ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫെൻസിങ്ങിൻ്റെ മറ്റ് ചുറ്റുമുള്ള കാടുകളും ഇതൊക്കെ വൃത്തിയാക്കുന്നത് ജനങ്ങളാണ്. ജനകീയപരമായിട്ട് ആ സംഗതിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ കാലമായി ഫെൻസിങ് ആന പൊട്ടിക്കുകയും പക്ഷേ ആ ഡാമേജായ സംഗതി പിന്നെ ഫോറസ്റ്റുകാർ തിരിഞ്ഞു നോക്കാതെയോ അതിൻ്റെ കണക്ഷൻ കൊടുക്കാതെയോ ചാർജ് ചെയ്യാതെയോ ഒന്ന് ഈ ഇപ്പോഴുണ്ടാകുന്ന ആനൻ്റെ പ്രശ്നങ്ങൾ കൂടുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇതിന് ജനങ്ങളെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മലയോര ഹൈവേ ആണ്. രാവും പകലും മൊത്തം വണ്ടി കുറഞ്ഞാലും ഇതിന് മുമ്പായിരിക്കുക ആന കയറിയിട്ട് ഒരു സ്കൂട്ടറുകാരനെ ഇടങ്ങാറാക്കിയിട്ട് ഞാനന്ന് എൻ്റെ വീട് അടുത്താണ്. ഞാനന്നിട്ട് പടക്കെല്ലാം പൊട്ടിച്ചിട്ടാണ് അന്ന് ഓടിച്ചത്. അപ്പോൾ ഇത് കൃഷിക്ക് മാത്രമല്ല ജീവനും ഭീഷണിയാണ്. ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ജനങ്ങൾക്കെല്ലാം വലിയ ഭീഷണിയായത്. ഒരാഴ്ചക്കിടയിൽ 2ാം തവണയാണ് കാട്ടാനക്കൂട്ടം വീട്ടിനടുത്തെത്തുന്നത്. ആർളം ഫാം 2ാം ബ്ലോക്കിൽ നിന്നും ബാവലിപ്പുഴ കടന്നാണ് കൂടലാട് മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം കടന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി ടൗണിൽ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധം ഫുട്പാത്തിലേക്ക് ഇറക്കി സാധന സാമഗ്രികൾ വെച്ച് കച്ചവടം ചെയ്യുന്നവർക്കെതിരെയും അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും ഇരട്ടി നഗരസഭ നടപടി ആരംഭിച്ചു. ഇരട്ടി ടൗണിൽ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം ഫുട്പാത്തിലേക്ക് സാധന സാമഗ്രികൾ ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നവർക്കെതിരെയാണ് ഇരട്ടി നഗരസഭ നടപടി തുടങ്ങിയത്. ഇരട്ടി മേലെ സ്റ്റാൻഡ് മുതൽ പൈഞ്ചേരി മുക്ക് വരെയുള്ള വിവിധയിടങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഫുട്പാത്തിലേക്ക് സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നവർക്കെതിരെയും യാത്രക്കാർക്കും ടൗണിലും എത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അനധികൃതമായി റോഡരികിൽ കച്ചവടം നടത്തുന്നവർക്കെതിരെയുമാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടി തുടങ്ങിയത്. ഇരട്ടി ക്ലീൻ സിറ്റി മാനേജർ KV രാജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സാധന സാമഗ്രികൾ ഉൾപ്പെടെ എടുത്ത് മാറ്റിപ്പിച്ചത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പയ്യാവൂർ ആലക്കോട് റൂട്ടിൽ ചെമ്പേരി ഇടമന കവലയിൽ അപകടം പതിവാകുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതിനാലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണം. കഴിഞ്ഞ ദിവസം വരെ പയ്യാവൂർ ആലക്കോട് റൂട്ടിൽ ചെമ്പേരി ഇടമന കവലയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം നടന്നിരുന്നു. കുടിയാമല ഏഴരക്കുണ്ട് പൊട്ടൻപ്ലാവ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും എരിവേശി ചുണ്ടപ്പറമ്പ് ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും ആലക്കോട് ചെറുപുഴ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും ഒരേ സമയം എത്തുമ്പോഴാണ് അപകടത്തിന് ഇടയാക്കുന്നത്. ഈ കവലയിൽ വാഹന ഡ്രൈവർമാർക്ക് കാണാൻ മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ല. കുടിയാമല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. അടുത്തിടെ ഈ മേഖലയിൽ ഒട്ടേറെ അപകടങ്ങളാണ് നടന്നത്. ഇടമനക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇന്നലെയും അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. 2ഓളം ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ് ഇടമനക്കവല. ഒരു സൈഡിൽ വിമുക്ത ഭടന്മാർ ഗ്ലാസ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മറുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് യാതൊരുവിധ
സൂചനയും ഇല്ലാത്തതിനാൽ അപകടം സ്ഥിരമായിരിക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടണം. മുൻപ് അപകടങ്ങൾ നടന്നതോടെ വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കുവാൻ നാട്ടുകാരുടെ ചിലവിൽ തന്നെ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചിരുന്നു. റോഡ് നവീകരിച്ചതിനാൽ വാഹനങ്ങളുടെ വേഗത കൂടിയപ്പോഴാണ് വീണ്ടും അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇടമനക്കവലയിൽ അപകടം തുടർക്കഥയാവുന്നത് ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരിസരവാസികളും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ പഞ്ചായത്തിൽ കുനിത്തല, പേരാവൂർ ടൗൺ ഭാഗങ്ങളിൽ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച കത്താത്ത തെരുവിളക്കുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി. വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലും ലൈറ്റുകൾ സർവീസ് ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. മങ്കി മലേറിയ രോഗകാരണങ്ങൾ കണ്ടെത്തി പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പേരാവൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആർളം വന്യജീവി സങ്കേതത്തിൽ മങ്കി മലേറിയ ബാധിച്ച് കുരങ്ങുകൾ ചാകാനിടയായ സാഹചര്യം ഗൗരവത്തോടെ പരിഗണിക്കണം. കുരങ്ങുകൾക്ക് ബാധിക്കുന്ന മലേറിയ പരത്തുന്ന പരാതങ്ങൾ മനുഷ്യരിലേക്ക് പകരില്ല. അക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ മലേറിയ രോഗാണുക്കളും രോഗവാഹകരായ കൊതുകുകളും വളരാനുള്ള സാഹചര്യം ആർളം വന്യജീവി സങ്കേതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഗൗരവമുള്ളതാണ്. ആയതിനാൽ മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പേരാവൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആറളം വന്യജീവി സങ്കേതത്തിൽ മങ്കി മലേറിയ ബാധിച്ച് കുരങ്ങുകൾ മരിക്കാനിടയായ സാഹചര്യം ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. മങ്കി മലേറിയയ്ക്ക് കാരണക്കാരായിട്ടുള്ള പരാതങ്ങൾ മനുഷ്യരിലേക്ക് പകരില്ല. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടതില്ല. എന്നാൽ മലേറിയ പരത്തുന്ന സാഹചര്യം ആറളം വന്യജീവി സങ്കേതത്തിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ മലേറിയ ബാധിക്കാൻ കാരണക്കാരായ കൊതുകുകളുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനുള്ള പരിപാടി മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും ആരോഗ്യവകുപ്പും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുകയും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും വേണം. പ്രധാനപ്പെട്ടൊരു കാര്യം, ലോകത്താകെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകലോകം ഏകാരോഗ്യം എന്ന് പറയുന്ന ആശയം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യം മാത്രമായി സംരക്ഷിക്കാൻ കഴിയില്ല എന്നും മൃഗങ്ങളുടെയും മറ്റും ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ആശയം ലോകമെമ്പാടും ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. ജനങ്ങൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഈ മങ്കി മലേറിയ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല. പക്ഷേ അത്തരം മലേറിയ വരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ ആശങ്കകൾ പരിഹരിച്ച് കൊതുക് വളരുന്ന ഇടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താൻ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും ബഹുജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം തയ്യാറാണ് എന്നുള്ളതാണ് ശാസ്ത്രാഹിത്യ പരിഷത്തിന് ഇതുവഴി പറയാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മരം കടപുഴക്കി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പേരാവൂർ നെടുംപൊയിൽ റോഡിൽ തിരുവോണപ്പുറത്ത് റോഡരികിലെ കൂറ്റൻ മരം കടപുഴകി വീണാണ് 2 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടത്. റോഡരികിലെ കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പേരാവൂർ നെടുംപൊയിൽ റോഡിൽ തിരുവോണപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപത്തെ കൂറ്റൻ മരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. അപകട സമയത്ത് റോഡരികിലുണ്ടായിരുന്ന തിരുവോണപ്പുറം സ്വദേശി കുന്നുമ്മൽ നാണി, മകൾ പുഷ്പ എന്നിവർ നിസാര പരിക്കുകളോടെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കൂറ്റൻമരം റോഡിനു കുറുകെ കടപുഴകി വീണതിനെ തുടർന്ന് 2 മണിക്കൂറിലധികം നെടുംപൊയിൽ പേരാവൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പേരാവൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. തുടർന്ന് JCB ഉപയോഗിച്ചാണ് കൂറ്റൻമരം റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കടപുഴകി വീണ മരത്തിന് സമീപത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മറ്റൊരു മരം കൂടി ഉള്ളതിനാൽ ആ മരം കൂടി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M ശൈലജ ടീച്ചർ, നൂർദീൻ മുള്ളേരിക്കൽ തുടങ്ങിയവർ സംഭവ സ്ഥലത്തെത്തി. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ട് അപകട ഭീഷണിയായ മറ്റു മരങ്ങൾ കൂടി മുറിച്ചു മാറ്റാമെന്ന ഉറപ്പിന്മേൽ ആയിരുന്നു കടപുഴകി വീണ മരം റോഡരികിലേക്ക് മാറ്റിയത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് ICDS പേരാവൂർ പോഷണ മാസാചരണം 2024 പേരാവൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് ICDS പേരാവൂർ പോഷണ മാസാചരണം 2024 പേരാവൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നടന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പോഷൻ മാഷ് എന്ന് പറയുന്ന പരിപാടി പോഷക മാസാചരണ പരിപാടിയായിട്ട് ICDSന്റെ മുൻകൈയോടുകൂടി വ്യത്യസ്തങ്ങളായിട്ട് പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്ഘാടന പരിപാടിയിൽ ഒരു മാവിൻ തൈ നട്ടുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിശ്ചയിച്ചത്. വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മളെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ 10 മരമെങ്കിലും നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പാകത്തിലാണ് കാര്യങ്ങൾ ഒക്കെ വരുന്നത്. ഇപ്പോൾ നമുക്ക് പല സർക്കാർ സ്ഥലങ്ങളിലും മറ്റും മുറിക്കുന്ന മരങ്ങൾക്ക് പകരമായിട്ട് ഇത്ര മരം വെച്ചുകൊള്ളാം എന്ന് ഫോറസ്റ്റിന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഉത്തരം. വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CDPO ബിജി തങ്കപ്പൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി സജീവൻ, ICD സൂപ്പർവൈസർ ആശ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് പോഷൻ മാസാചരണം നമുക്കെല്ലാവർക്കും അറിയാം. പോഷൻ മാഹിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മൾ ഒരു മാസാചരണമായി സെപ്റ്റംബർ 1 മുതൽ 30 വരെ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ബ്ലോക്ക് തല ഉദ്ഘാടനം, ശരിക്കും 1-ാം തീയതിയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത്, അന്ന് സൺഡേ ആയിപ്പോയി. പിന്നീട് മറ്റ് തിരക്കുകൾ മൂലം നമുക്ക് ഇന്നാണ് ദിവസം അനുവദിച്ച് കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷി ചെയ്ത കേളകം വെള്ളൂന്നിയിലെ ഹരിത V1 JLGകളുടെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. കേളകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷി ചെയ്ത കേളകം വെള്ളൂന്നിയിലെ ഹരിത V1 JLGകളുടെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കേളകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിജി സുരേന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കേളകം പഞ്ചായത്തിലും ഇത്ര വിപുലമായ രീതിയിൽ ഒരു കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനുള്ള വലിയ ഒരു തെളിവാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമായ പൂക്കൾ വലിയ വില കൊടുത്ത് ഇറക്കുമതി ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും നല്ല നിറവിൽ അതിമനോഹരമായി നമ്മുടെ ഈ നാട്ടിലും കൃഷി ചെയ്യാൻ സാധിക്കും എന്ന് ഉള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഈ അവസരത്തിൽ എനിക്ക് അമ്പിളിയെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം എല്ലാ വർഷവും JLG കൃഷികളും അതുപോലെ തന്നെ ചെണ്ടുമല്ലി കൃഷികളും ഒക്കെ നമ്മൾ പേരിന് നടത്തി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് വളരെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കേളകം പഞ്ചായത്തിലെ JLGകളും അതുപോലെ തന്നെയുള്ള കുടുംബശ്രീകൾ, ഇതര സംഘടനകളൊക്കെ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. V1 JLG പ്രസിഡന്റ് വത്സമ ജോയ് അധ്യക്ഷത വഹിച്ചു. കേളകം കൃഷി ഓഫീസർ KG സുനിൽ വിശദീകരണം നൽകി. ഓരോ വർഷവും V1 ഹരിത JLGയുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി മുന്നോട്ട് പോവുകയാണ്. അവരുടെ കൃഷിയിടത്തിൻ്റെ വിസ്തീർണം വർദ്ധിക്കുന്നു, വൈവിധ്യം വർദ്ധിക്കുന്നു. അത് ഏറ്റവും പ്രാധാന്യമായി തോന്നുന്നത് അവരുടെ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഒരു ആത്മാർത്ഥതയാണ്. നല്ലൊരു സ്ഥലം അവർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചു. നമുക്ക് ഈ ഒരു കുന്ന് വളരെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് മുഴുവൻ അവർ വെട്ടി തെളിച്ച് വൃത്തിയാക്കി നല്ല വളക്കൂറുള്ള മണ്ണ്, അവിടെ നിരവധി ഇനങ്ങൾ അവർ ചെറുകിടങ്ങൾ ഉൾപ്പെടെ ചോളം, പച്ചക്കറി, കരനെല്ല്, കപ്പ, വിവിധ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള പച്ചക്കറി ഇനങ്ങൾ കൂടാതെ ചെണ്ടുമല്ലിയും. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തങ്കമാസ്കറിയ, ഹരിത JLG ഭാരവാഹിയായ അബ്രഹാം പനച്ചിക്കൽ, രാജു തോമസ് പാലത്തിങ്കൽ, കേളകം ഗ്രാമപഞ്ചായത്ത് അഗ്രി CRP അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്തെ പൂക്കൃഷി കൂടാതെ ഹരിത JLG ഒരേക്കർ സ്ഥലത്ത് കരനെൽ കൃഷി, പയർ, പാവൽ, വിവിധയിനം കിഴങ്ങുകൾ, ചോളം, കൂർക്ക ഉൾപ്പെടെ മാതൃകപരമായ രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഓണത്തെ വരവേൽക്കാനായി അത്തം ദിനത്തിൽ ആർളം ഫാമിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. ഓണത്തെ വരവേൽക്കാനായി അത്തം ദിനത്തിൽ ആർളം ഫാമിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളം കാർഷിക ഫാം ഇന്ന് വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ സമ്മിശ്ര കൃഷി പരീക്ഷിച്ച് വിജയിച്ച് നിൽക്കുകയാണ് ആർളം ഫാം. ഇന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഉത്സവ അന്തരീക്ഷത്തിലാണ് ചെണ്ടുമല്ലിപ്പൂക്കളുടെ
വിളവെടുപ്പ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഏക്കർ കണക്കിന് പ്രദേശത്താണ് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടവിള കൃഷിയല്ല, കശുമാന്തയും ഇതിനോടനുബന്ധിച്ച് വെച്ചിട്ടുണ്ട്. കാർഷിക ഫാം ഭാവിയിൽ ലാഭത്തിലേക്ക് ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം കൃഷികൾ ഇപ്പോൾ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായവും അതോടൊപ്പം തന്നെ നല്ലൊരു ഇടപെടലും നല്ലൊരു ആസൂത്രണപരമായ ഇടപെടലും കൊണ്ടാണ് ഈ കൃഷിയെല്ലാം ഇങ്ങനെ വിജയിച്ച് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കേറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക ഫാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആർലം ഫാം വാർഡ് മെമ്പർ മിനി ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ആർലം ഫാം സൂപ്രണ്ട് ജോസഫ് ജോർജ്, ആർലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രമ്യ രാഘവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ KP നിതീഷ് കുമാർ, അക്കൗണ്ട്സ് ഓഫീസർ TP പ്രേമരാജൻ, മാർക്കറ്റിംഗ് ഓഫീസർ ആശാ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ഓണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ പൂക്കളം ഒരുക്കിയിരിക്കുന്നത് ഈ തവണത്തെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആർലം ഫാമിൽ വരണം. ആർലം ഫാമിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലാണ്. ഈ പാതയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ 10 ദിവസം ആർലത്ത് പൂക്കളത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഏവരെയും ആർലം ഫാമിലേക്ക് സ്വാഗതം. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM കുനിത്തല ബ്രാഞ്ച് സമ്മേളനം CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. K ശ്രീഹരി അധ്യക്ഷത വഹിച്ചു. CM-ന് രക്തസാക്ഷി പ്രമേയവും ശ്രീഹരി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യുവകലാ സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മണത്തണ പഴശ്ശി ടൗൺ സ്ക്വയറിൽ KJ ബേബി അനുസ്മരണം സംഘടിപ്പിച്ചു. അന്തരിച്ച സാഹിത്യകാരനും കനവ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സാരഥിയുമായിരുന്ന KJ ബേബിയെ അനുസ്മരിച്ചു. യുവകലാസാഹിതി പേരാവൂർ, രംഗഭാരതി എന്നിവയുടെ നേതൃത്വത്തിൽ മണത്തറയിൽ നടന്ന പരിപാടിയിൽ യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വായനൂർ അധ്യക്ഷത വഹിച്ചു. തന്നെ എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെ മേഖലയിലെല്ലാം ശ്രദ്ധേയമായ മാവേലി മന്ത്രം ഉൾപ്പെടെയുള്ള കൃതികളിലൂടെയെല്ലാം മലയാളികളിൽ ഒട്ടേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സർഗസപര്യ അദ്ദേഹം നിർവഹിച്ചു. കൃത്യമായ നിലപാടുകൾ, വ്യവസ്ഥാപിതമായ രീതികൾക്കപ്പുറത്തൊരു ജീവിതം, സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രം കുറിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകുന്നത്. ശരിക്കു പറഞ്ഞാൽ അങ്ങനെയുള്ള ചില ജീവിതങ്ങൾ, മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണവും ബേബി ചേട്ടൻ്റെ മരണവും നമ്മളെ ഓർമ്മപ്പെടുന്നത്. കാരണം ഇന്നെല്ലാം വിധേയത്വത്തിൻ്റെ ജീവിതമാണ്. നമ്മളെല്ലാം പലതിനും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ്. സാമൂഹിക പരിസരം അങ്ങനെയാണ്. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അതിനെല്ലാം മാറ്റിമറിക്കാനുള്ള ഒരു ത്വരയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രതിസന്ധി നിറഞ്ഞതാണ്, വലിയ വിഷമങ്ങൾ നിറഞ്ഞതാണ്. അങ്ങനെയൊരു ജീവിതാവസ്ഥ, സാമൂഹിക പരിസരം നിലനിൽക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ നിന്നാണ് KJ ബേബി എന്ന് പറയുന്ന മനുഷ്യൻ പേരാവൂരിലെ തൊണ്ടിയിലെ മാവടിയിൽ നിന്നും പിന്നീട് വയനാട്ടിലേക്കും തുടർന്ന് കേരളത്തിലെമ്പാടും നാടാകെയും സഞ്ചരിച്ച് നാടുകത്തികയും മാവേലി മന്ത്രവും മലബാർ ആ കൃതികളിലൂടെയെല്ലാം കേരളത്തിന്റെ ആസ്വാദകരുടെ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരുടെ എല്ലാം മനസ്സിൽ പ്രതിഷ്ഠ നേടിയത്, സ്ഥാനമുറപ്പിച്ചത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പല കാലങ്ങളിൽ പല സമയങ്ങളിൽ എന്തൊക്കെയോ നിരാശകളും അതുപോലെ തന്നെ വിഷമങ്ങളും ഒക്കെ വന്നു ചേരാം. അതുകൊണ്ടുകൂടിയാണ് സക്കറിയെ പോലുള്ളവർ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളുടെ, വ്യക്തികളുടെ, പ്രതിഭകളുടെ വിട പറയൽ ഈ രീതിയിലാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ചിത്രകാരൻ ജോയി ചാക്കോ, എഴുത്തുകാരൻ സിബിച്ചൻ K ജോബ്, രാജേഷ് മണത്തണ, ആർട്ടിസ്റ്റ് ജെയിൻ, MR വിജയൻ, ചിത്രകാരൻ ജോയി കാനാശ്ശേരി, ഗോപിനാഥ് മണത്തണ തുടങ്ങിയവർ KJ ബേബിയെ അനുസ്മരിച്ചു. യുവകലാസാഹിതി പേരാവൂർ മണ്ഡലം സെക്രട്ടറി K മനോജ്, സുജിത് പേരാവൂർ, P മാധവൻ എന്നിവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ സെപ്റ്റംബർ 7 മുതൽ ബ്രൈഡൽ ഫെസ്റ്റ് ആരംഭിക്കുമെന്ന് ദിയ ഗോൾഡ് മാനേജർ അധികൃതർ അറിയിച്ചു. വാണിജ്യം കേളകത്ത് കേക്ക് വേൾഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മൈഥിലി രമണൻ ഉദ്ഘാടനം ചെയ്തു. കേക്ക് വേൾഡ് എന്ന സ്ഥാപനം കേളകത്ത് പ്രവർത്തനം ആരംഭിച്ചു. ബെന്നി കോംപ്ലക്സിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മൈഥിലി രമണൻ നിർവഹിച്ചു. കേളകം അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു പ്രദേശമാണ് കേളകം ടൗൺ എന്ന് പറയുന്നത്. അവിടെ ഇപ്പം കേക്ക് വേൾഡ് എന്ന് പറയുന്ന കേക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4-5 വർഷമായിട്ട് പേരാവൂർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറി വരുന്ന ഒരു സ്ഥാപനം ഇവർക്ക് പേരാവൂരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബ്രാഞ്ച് ഇപ്പോൾ ഇവിടെ കേളകത്തും ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് കേളകത്തിപ്പം കേക്കിൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്ഥാപനം ഇതുവരെ വന്നിട്ടില്ല. രാജേട്ടൻ പറഞ്ഞതുപോലെ പിന്നെ മറ്റ് ബേക്കറികളുടെ കൂടെ തന്നെ കേക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്ക് കേരളത്തിലുണ്ടായത്. പക്ഷേ ഇപ്പം കേക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. UMC കേളകം യൂണിറ്റ് പ്രസിഡന്റ് കൊച്ചിൻ രാജൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ P. പുരുഷോത്തമൻ, വാർഡ് മെമ്പർ സുനിത രാജു, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേളകം യൂണിറ്റ് പ്രസിഡന്റ് രജീഷ് ബൂൺ, ജനറൽ സെക്രട്ടറി ബിപിൻ കടക്കുഴ, BBVS കേളകം യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ നായർ എന്നിവർ പങ്കെടുത്തു. സനോജും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി കഴിഞ്ഞ 5 വർഷം മുമ്പ് വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച് ഇന്ന് പേരാവൂരിൽ വളർന്ന് പന്തിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു കേക്ക് വേൾഡ്. ഗുണമേന്മ അതുപോലെ മിതമായ നിരക്ക്, ഈ 2 കാര്യങ്ങളാണ് ഈ സ്ഥാപനത്തെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. കേക്കുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് ഇത് എന്ന് ഓർക്കണം. ഡോക്ടർ സ്റ്റിയ ആദ്യ വിൽപ്പന നടത്തി. കഴിഞ്ഞ 5 വർഷമായി പേരാവൂരിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന കേക്സ് വേൾഡിന്റെ പുതിയ സംരംഭമാണ് കേളകം ബെന്നി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. കോളയാട് പാടിപ്പറമ്പ് വയൽ റോഡിലെ ടാക്സി ഡ്രൈവർ കാനങ്കോട് ഹൌസിൽ ഉമ്മർ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭാര്യ ജമീല, മക്കൾ ഷാമുദ്ദീൻ, ഷഹീർ, മരുമക്കൾ റഹീന, ആഷിദ. കേളകം വെള്ളൂന്നിയിലെ പുതുപ്പറമ്പിൽ അമ്മിണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ രഘുനാഥൻ, മക്കൾ മോഹിനി, വനജ, ദിനേശൻ, പ്രീത, മരുമക്കൾ ദിനേശൻ, മണികണ്ഠൻ, വിജയൻ, പരേതരായ ദിവാകരൻ, പ്രകാശൻ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 227, പേരാവൂർ 229, കൊട്ടിയൂർ 228. റബ്ബർ ലോട്ട് ഇരിട്ടി 208, പേരാവൂർ 219, കൊട്ടിയൂർ 218. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 620, കൊട്ടിയൂർ 625. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6720, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യ. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ SFI മാർച്ച്. ഇരട്ടി വട്ടിയറപ്പുഴയിൽ യുവാവിനെ കാണാതായി. ചെടിക്കുളം സ്വദേശി തടത്തിൽ ജോബിനെയാണ് കാണാതായത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി. സമൃദ്ധിയുടെ സ്മരണകൾ ഉണർത്തി അത്തം പിറന്നു. മാവേലി മണ്ണിനെ വരവേൽക്കാൻ നാടുണർന്നു കഴിഞ്ഞു. ഇനി തിരുവോണത്തിനായി 10 നാളത്തെ കാത്തിരിപ്പ് മാത്രം. പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ മരം കടപുഴക്കി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാണ്. നമസ്കാരം.